നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. ഞാൻ ഇന്ന് ചെയ്യുന്ന വിഭവം എന്ന് പറയുന്നത് ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ഇലയടയും കുമ്പളപ്പമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേക രീതിയിൽ കൂടിയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ എല്ലാവരും അത് വീഡിയോ മുഴുവനായിട്ട് കാണും. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒന്ന് ഇളക്കാം, ഒന്ന് മിക്സാക്കാം. വെള്ളവും ഇതുമായിട്ടൊന്ന് മിക്സാക്കാം. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ ഇവിടെ വേണം കുഴയ്ക്കാൻ. കുഴച്ച് ഈ മാവിൽ നല്ല മയം വരണം. ഫുള്ള് വെള്ളം കൂടെ നമുക്ക് തളിക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇങ്ങനെ ആക്കിയെടുക്കാം, മയമാക്കിയെടുക്കാൻ. നല്ല മയം ഉണ്ടെങ്കിൽ, മാവ് നല്ല മയമാണെങ്കിൽ നമുക്ക് അത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും, ഇലയപ്പം കഴിക്കാൻ. ഉണ്ട്, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാം നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കി വെക്കണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വായു കയറാത്ത രീതിയിൽ അടച്ച് വെക്കണം. അങ്ങനെ അര മണിക്കൂറിൽ പുറത്ത് ഇതിങ്ങനെ തന്നെ ഇരിക്കണം. ഈ മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം മാവിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്. മാവ് നല്ല മയം വന്നിട്ട് കണ്ടോ. ഞാൻ പറഞ്ഞ മാവ് കുറച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ മയം കണ്ടോ, നോക്ക് നല്ല മയമായിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂർ വെക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ മാവ് എന്താണെന്ന് പറഞ്ഞാൽ കട്ടിയായിരിക്കും. നമ്മൾ പന്നരെ കുഴച്ചിട്ട് ഇലയിലോട്ട് പരത്തി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും. ഇതാകുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്കൊരു കാര്യം തേങ്ങ എടുക്കാം. ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിനകത്തോട് നമുക്ക് ഇച്ചിരി ശർക്കര തിരിയിടാം. വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ശർക്കര തിരിയിടാം. ശർക്കരയും നല്ലതാണ്, പഞ്ചസാരയും നല്ലതാണ്. പക്ഷേ എനിക്ക് പഞ്ചസാര ഒരുപാട് ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഡോക്ടർമാർ വരെയും പറയും കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുമ്പം പഞ്ചസാര ഇട്ട് കുറുക്കുണ്ടാക്കണ്ടെന്ന് ഡോക്ടർമാർ പറയും. എന്തുകൊണ്ടാണ്? പഞ്ചസാരയ്ക്കകത്ത് വിഷാംശമുണ്ട്. അതാണ് ക്യാൻസറൊക്കെ, ഷുഗർ അങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്ന ഡോക്ടർമാർ പഞ്ചസാരയ്ക്കകത്തുണ്ടെന്ന്. പഴയതുപോലെ ഇപ്പോൾ അതൊക്കെ എന്തൊക്കെ കെമിക്കൽ വെച്ചൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നത്. അതുകൊണ്ട് കൂടുതലും ശർക്കരയും കരിപ്പോട്ടിയാണ് ഉപയോഗിക്കാൻ പറയുന്നത്. ഞാനും അതുപോലെ തന്നെ. അതുപോലെ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഉപയോഗിച്ചാലും കുറേശ്ശേരം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഷുഗറൊക്കെ ഉണ്ടാവും, അങ്ങനെയുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചെയ്യിടാം. ചിലർക്ക് ആണെങ്കിൽ പഞ്ചസാര ഇട്ടെടുക്കുന്നതാണ് എല്ലാം നല്ലത്. പഞ്ചസാരയാണ് ചിലർക്ക് ഇഷ്ടം. നമുക്ക് ഈ ശർക്കര ഇതും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊന്ന് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഏലയ്ക്കയും ജീരകവും കൂടെ പൊടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. നമുക്ക് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് എത്രയും മധുരം വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് ശർക്കര ആയാലും പഞ്ചസാര ഉപയോഗിക്കണം. നമുക്ക് മധുരം കുറച്ച് മതിക്ക് മധുരം കുറച്ച് മതി. ഇതിപ്പോൾ ഇവിടുത്തെ രീതി അനുസരിച്ചിട്ടുള്ള മധുരം വേണം എന്നുള്ള അവസ്ഥയാണ്. കണ്ടിട്ട് കുറവാണ്, ശർക്കര വേണം എന്നുള്ള രീതിയാണ്. നമ്മളിതിന് കറക്റ്റായിട്ടെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത്ര ഇല എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് വാഴണയില ഉണ്ട് കുമ്പളയപ്പം ഉണ്ടാക്കാനും. 2 വാഴയിലയും എടുത്തിട്ടുണ്ട് പരത്തി അടയപ്പം ഉണ്ടാക്കാനും. വാഴണയില വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുത്ത് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 ചേർത്ത് വെച്ച് നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം. പിന്നെ അപ്പം കുമ്പള അപ്പം എന്ന് ഇവിടെയൊക്കെ പറയുന്നത്, അവിടെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു കുമ്പളയപ്പത്തിന്. ഇതിൻ്റെ മണം തന്നെ പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് കുമ്പളയപ്പം. ഈ വയനയിലയുടെ ടേസ്റ്റ് കൂടെ പറയണ്ട, ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും അതുപോലെ ഇഷ്ടമായിരിക്കുന്നു വിശ്വസിക്കുന്നു.
ഇനി നമുക്ക് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നല്ലതായിട്ട് വെള്ളം തിളച്ചതാണ്. നമുക്കതൊന്ന് മാറ്റാം. കേട്ടോ, ആവി വന്ന് വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മളിത് വെക്കേണ്ടത്. ആവി ഉണ്ടാക്കുന്നത് നമുക്കതിനകത്തോട്ട് ഇത് പരത്തി വെക്കാം. ആദ്യം നമുക്ക് കുമ്പളയപ്പം വെക്കാം. ആദ്യം ഇച്ചിരി എടുത്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ എടുത്ത് ഇതിനകത്തോട്ട് വെക്കണം. അകത്തോട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി വെക്കണം. അത് കുറച്ച് എന്നിട്ട് മേളിലൂടെ കുറച്ച് വെക്കണം, തേങ്ങയൊന്നും പോവാതിരിക്കാൻ. നമുക്ക് അങ്ങോട്ട് വെക്കാം. നമുക്ക് ഒന്നുകൂടെ വെക്കാം. ഇലയൊക്കെ കഴുകി ഈർപ്പ് വെച്ച് കുത്തി വെച്ചതാണ്. നമുക്ക് കുറച്ച് തേങ്ങ ഇങ്ങനെ വെക്കാം. അകത്തോട്ട് നമ്മൾ കയറ്റി വെച്ചാൽ നല്ലതായിരിക്കും. അകത്തോട്ട് മധുരവും ഒക്കെ കിട്ടും. നമുക്ക് എത്ര വേണോ അതനുസരിച്ച് ചേർക്കാം. ഈ വൈകിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ പിള്ളേർക്കൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. വലിയവർക്കും ഇഷ്ടമാണിത്, കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ മണമൊക്കെ ഒരുപാട് പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ 2 ഇലയില്ലേ, ഇല ഇങ്ങനെയും ഒന്നായിട്ട് എടുക്കാനാണ് ഞാൻ ആണെങ്കിൽ ഇന്നിപ്പം ചെയ്യാൻ പോകുന്നത്. 2 ഇലയും കൂടെ ചേർത്ത് വെച്ചാണ് എടുക്കുന്നത്. 2 ഇലയും ചേർത്ത് വെച്ച് കൊച്ചിലയായിട്ട് എടുക്കുമ്പോൾ ഒന്നും പറ്റത്തില്ല. ചേർത്ത് വെച്ചെങ്കിലേ കാണാറുള്ളൂ. ഉണ്ട്, കാരണം എത്രമാത്രം കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പം കഴിക്കാൻ നല്ല സോഫ്റ്റും ആയിരിക്കും. കട്ടി കുറഞ്ഞ അപ്പം കഴിക്കാനാണ് നല്ലത്. അപ്പോൾ കട്ടി കുറയണമെങ്കിൽ ഇതുകൊണ്ട് സോഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കട്ടി ഇങ്ങനെ ഇങ്ങനെ വരത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് മാതിരി കട്ടിക്കുഴ വരാതെ ഒരുമാതിരി നിങ്ങൾക്കറിയാതിരിക്കുക ചെയ്യുന്നവർക്ക് അങ്ങനെ എന്താകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും ഈ അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ കഴിക്കാനും ഒരു ഇതുണ്ട്, പ്രത്യേക ടേസ്റ്റായിരിക്കും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എന്നിട്ട് നമുക്ക് മടക്കാം. ഒന്നായിട്ടും എടുക്കാം, 2ആയിട്ടും എടുക്കാം. നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് വാഴയിലേക്കകത്തൊന്ന് എടുക്കാം. വാഴയില മണവും നല്ലതല്ലേ. കട്ടി കുറഞ്ഞ് ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ അത് സോഫ്റ്റായിട്ട് കട്ടി കുറഞ്ഞ് വരും. എൻ്റെ കൊട്ടി കുറഞ്ഞ് വരുന്നുണ്ടോ. മറ്റേ ആണെങ്കിൽ അങ്ങനെ നമ്മൾ കുഴച്ച് ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടാണ്, പരത്തിയെടുക്കാൻ. നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പരന്ന് ഇങ്ങനെ വരും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ കല്ലേലും ഉണ്ടാക്കും, ഇങ്ങനെ ആവി കയറ്റിയെടുക്കുകയും ചെയ്യും. നമുക്കൊന്ന് ആവി കയറ്റാം. അടച്ചു വെച്ച് നമുക്ക് ആവി കയറ്റാം. തിളച്ചതാകുമ്പോൾ പെട്ടെന്ന് ആവി കയറിക്കോളും. ഇത് അങ്ങോട്ട് അടപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായെന്ന് നോക്കാം. ഒരു 5-10 മിനിറ്റ് കൂടി ഇരിക്കേണ്ട. കാരണം നമ്മൾ ഇത് വെള്ളം തിളച്ച് ആവി വന്നതിന് ശേഷം വെച്ചത്. ഉടനെ തന്നെ ആവി വരുന്നതാണ്. അടയുടെ വന്നിട്ട് നല്ല ഇത് വേവൊരു പ്രത്യേക മണം വരും. ഇതിൻ്റെ ഇലയുടെയൊക്കെ നല്ല മണം വരും. അപ്പോൾ നമുക്കറിയാം ഇത് വെന്തിട്ടുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റാണ്ട്. നമുക്കിതിങ്ങോട്ട് പകർന്നെടുക്കാം. വെന്തത് നല്ല മണമുണ്ട്. പിന്നെ ഇത് അതുപോലെയാണ് വനയില. തീ ഓഫ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ആവി കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പ്രത്യേക മണമാണ്. മണം അടിക്കും. ഇത് ആവി കൊണ്ട് മണം ഇതിൻ്റെ ഇത് മൂക്കിലോട്ടടിക്കുന്നുണ്ട്. അടുത്താണിത്. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണിത്. കുമ്പളപ്പം എല്ലാവരും എങ്ങനെയൊക്കെയാണ് പറയുന്നത് അറിയത്തില്ല. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. ഇതൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് എടുത്ത് നോക്കണം. എടുത്തിട്ട് കമൻറ്റ് അയക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കാൻ നല്ലതാണ്. എല്ലാവർക്കും കൊടുക്കാൻ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അട.
എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ അടയെന്ന് പറയുന്നത്. ഈ അട 2 രീതിയിലുണ്ടാക്കാം. ഗോതമ്പ് വെച്ചും ഉണ്ടാക്കാം. നമ്മൾ അരി പൊടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചും അങ്ങനെയാണ്. അതും നല്ല ടേസ്റ്റാണ്. 2 രീതിയിലുണ്ടാക്കാം. 2 മാവ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അരി മാവും കൊണ്ട് ഉണ്ടാക്കാം, ഗോതമ്പ് മാവ് കൊണ്ടും ഉണ്ടാക്കാം. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം. നന്ദി, നമസ്കാരം.